ന്യൂ ഇയറിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോയി കുറച്ച് ചിക്കൻ പാർട്സ് വാങ്ങിക്കൊണ്ട് വരുന്നു. വരുന്ന വഴിക്ക് മസ്താൻ ചേട്ടൻ്റെ വണ്ടിയിൽ നോക്കുമ്പോൾ ഒരു വണ്ടി നിറയെ മത്തിയും കുറച്ച് മത്തിയും വാങ്ങിക്കൊണ്ട് വന്നു. എല്ലാം അങ്ങ് നേരെയാക്കി വെച്ചിട്ട് നേരെ പോയി കുളിച്ചിട്ട് ഇങ്ങ് വന്നേ. എപ്പോഴും ചിക്കനൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ, അതുകൊണ്ട് ചിക്കൻ പാർട്സ് വാങ്ങിക്കൊണ്ട് വന്നത്. അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ഇല്ല പച്ചയ്ക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് പോരായിരിക്കുവേ. ചൂടായ എണ്ണയിലോട്ട് ചോപ്പ് ചെയ്ത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴറ്റിയ ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ സ്പെഷ്യൽ ഒരു ചിക്കൻ മസാലപ്പൊടി ഉണ്ടേ, അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതിന് വെള്ളം ആദ്യം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം വേണം അതിൻ്റെ പാർട്സും കൂടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. അവസാനം നല്ല സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ പാർട്സൊക്കെ റെഡിയാവേ. സ്പെഷ്യൽ ചിക്കൻ മസാലയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. മീൻ പിന്നെ വറുക്കണോ കറി വയ്ക്കണോ എന്നുള്ള കൺഫ്യൂഷൻ തീരെ ഉണ്ടായിരുന്നില്ല, കാരണം ഒഴിക്കാൻ എന്തെങ്കിലും കറി വേണമല്ലോ. അപ്പം തന്നെ തേങ്ങയൊക്കെ അങ്ങ് അരച്ച് കറിയൊക്കെ അങ്ങ് വെച്ചേ. പാടത്തുനിന്ന് പൊട്ടിച്ച കുറച്ച് പയറൊക്കെ ഏട്ടൻ്റെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതുമൊക്കെ മെഴുക്ക് വരട്ടിയ ശേഷം കറിക്ക് കടുകുമൊക്കെ താളിച്ചൊഴിച്ച് അടുക്കളയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് ഞാൻ എൻ്റെ ജോലിയൊക്കെ അങ്ങ് തീർത്തു. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.